പ്രകാശിൻ്റെ വിഷയം പ്രണയമല്ലല്ലോ സിനിമയിൽ. അവൻ ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രണയത്തിൻ്റെ ഒരു ഉപാധിയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അവന് വേണമെങ്കിൽ പ്രണയത്തിൽ വീണ് പോവാം. പക്ഷേ നമുക്ക് പിന്നീട് നമ്മളൊന്ന് റിവൈൻഡ് ചെയ്ത് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നും സലോമിയുടെ അവന് ഇഷ്ടമായിരുന്നു എന്ന്. കാരണം ആ കുട്ടി എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടല്ലോ, ആ ചേച്ചി ഇഷ്ടമായിരുന്നില്ലേ. അപ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ നമുക്ക് തോന്നും ഇവരുടെ ഇഷ്ടമായിരുന്നു എന്നുള്ളത്. പക്ഷെ അവൻ വേറൊരു ഉദ്ദേശത്തിലാണല്ലോ ആളെ പ്രേമിക്കുന്നതൊക്കെ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആലോചിച്ചത് ഈ സിനിമയിൽ ഒരു പ്രണയം വേണ്ട എന്ന് തന്നെയാണ്. ഒരു സിൻസിയറായിട്ടുള്ള പ്രണയകഥ എന്തായാലും ഇതിൽ വേണ്ട. അതിപ്പോൾ ഇന്ത്യൻ പ്രണയകഥയിലും ആ പ്രണയം ഉണ്ടായിരുന്നില്ല. പ്രണയമെന്ന് പറയുന്നത് ഇല്ല, നമ്മളറിയാതെ മനസ്സുകൾ തിരിച്ചറിയുന്ന വികാരമാണ് പ്രണയം എന്ന് പറയുന്നത്. ഐ ലവ് യു എന്ന് പറയണമെന്നില്ല, ഒരാൾക്ക് നമ്മളോടുള്ള കെയർ മതി ഇത് പ്രണയമാണെന്ന് തിരിച്ചറിയാനായിട്ട്. അപ്പോൾ റിയൽ ലൈഫിൽ അങ്ങനെയാണ്. നമ്മൾ പറയുന്നത് സലോമിയുടെ കഥയല്ല, നമ്മുടെ നായകൻ പ്രകാശൻ മാത്രമാണ്. പ്രകാശൻ അറിയേണ്ട വിഷയങ്ങൾ മാത്രമേ നമ്മൾ ഈ സിനിമയിലൂടെ കൂടെ പറയുന്നുള്ളൂ. അവർക്ക് ആ വീട്ടിൽ വേറെ വലിയ ഇഷ്യൂസ് ഉണ്ടാവാം, മനസ്സിലായില്ല, അതൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല. കാരണം അത് മുഴുവൻ പ്രകാശനിൽ നിന്ന് വിട്ടുപോകും. എനിക്ക് പ്രകാശൻ്റെ കഥ പറയാൻ ആവശ്യമുള്ള സമയത്ത് മാത്രമേ സലോമിയെ ഉപയോഗിച്ചുള്ളൂ. അവൾക്ക് അവളുടേതായിട്ടുള്ള ന്യായീകരണങ്ങൾ ഒരുപാട് ഉണ്ടാവും. ഞാനത് ആലോചിച്ചു, അതൊക്കെ അത്തരം ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ കൊടുക്കണമെന്നുള്ളത്. അതൊരു കഥാപാത്രത്തിനെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാവുന്നതിനപ്പുറത്ത് കഥയ്ക്ക് പ്രത്യേകിച്ച് ഗുണങ്ങൾ ചെയ്യുന്നില്ല. അപ്പോൾ അവളങ്ങനെ നിഖില വിമൽ എന്നുള്ള കുട്ടിയെ കാസ്റ്റ് ചെയ്ത് തന്നെ ഇവളൊരിക്കലും പറ്റിക്കില്ല എന്ന് തോന്നുള്ളൂ അവനെ കാണുമ്പോൾ. ആ ക്യാരക്ടറെ കാണുമ്പോൾ ഇവളൊരിക്കലും അവനെ പറ്റിക്കില്ല. ഇവള് പറ്റിക്കില്ല എന്ന് തോന്നി അത്രയും സിൻസിയറായിട്ട് നിന്നോടത്തുനിന്ന് ഒരു പറ്റിക്കലുണ്ടാകുമ്പോഴാണ് ഓഡിയൻസിന് തമാശ ഉണ്ടാകുന്നത്, മനസ്സിലായില്ലേ. അപ്പോൾ അതാണ് ആ സിനിമയുടെ ജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ആൾക്കാരെ പ്രെഡിക്റ്റ് ചെയ്യാൻ തുടങ്ങും ഇവളൊരു കല്യാണം. ഇവൻ കള്ളനാണല്ലോ, അതുകൊണ്ടാണ് നമുക്ക് അതിൽ സങ്കടമില്ലാത്തത്. ഇവളെ കല്യാണം കഴിച്ച് അവിടെ പോയിട്ട് ഇവളെ ഡൈവോഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുത്തനാണ്. അവളെ ഏത് നിമിഷത്തിലും ആവശ്യം കഴിഞ്ഞാൽ ഉപേക്ഷിക്കാൻ തയ്യാറായിട്ട് നടക്കുന്ന ഒരുത്തനാണ്. അവനോട് ഇവളിങ്ങനെ ചെയ്താൽ ഓഡിയൻസിന് വലിയ പ്രയാസമില്ല. അത് കാരണം പ്രകാശന് കിട്ടേണ്ട ഒരു അടിയായിരുന്നു അത്. അവളുടെ ന്യായീകരണങ്ങൾ പറയണ്ടാവും.